നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ട്രംപിൻ്റെ ടാരിഫ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് ഏകദേശം റെസിപ്രോക്കൽ ടാരിഫ് ആയിരിക്കും ഇന്ത്യയുടെ മേലും ഉണ്ടാകാൻ പോകുന്നത്. ഇതായിട്ട് നേരത്തെ ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ആ സമയത്തൊന്നും ഈ വീഡിയോ കേൾക്കുന്നൊരു ഇന്ത്യക്കാരും, അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ഇത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അതാണ് ഈ എക്കണോമിക് ടൈംസിലും ബിസിനസ് സ്റ്റാൻഡേർഡിലും മറ്റ് പലയിടത്തും ഇതിനെപ്പറ്റി വാർത്ത വരികയാണ്. സീരിയസ് ആയ സംഭവം. അപ്പോൾ SP ഗ്ലോബൽ എന്ന് പറഞ്ഞ അവരുടെ റേറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. ആ റേറ്റിംഗ് ഏജൻസി പല രീതിയിൽ ഇപ്പോൾ റെസിപ്രോക്കൽ ടാരിഫ് ഇന്ത്യയുടെ മുകളിൽ വരികയാണെങ്കിൽ, അത് കഴിഞ്ഞ ആഴ്ചയാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അത് ഇന്ത്യയിലെ പത്രങ്ങളെല്ലാം കോട്ട് ചെയ്ത് അത് വലിയ രീതിയിൽ വാർത്തയാക്കുന്നത്. കാരണം വളരെ സീരിയസ് ആണ് ഇഷ്യൂ. കാരണം ഇന്ത്യയുടെ എക്കണോമിക് ബേസ് തകരുന്ന സംഭവമാണ് ഈ പറയുന്ന റെസിപ്രോക്കൽ ടാരിഫ് ഉണ്ടാവുകയാണെങ്കിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയി അവിടെ ചർച്ച നടത്തി. ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് അതിനു മുമ്പ് ജയശങ്കർ ചർച്ച നടത്തി. അപ്പം അപ്പോഴൊന്നും ഇന്ത്യ അത്ര സീരിയസ് ആയിട്ട് ഉദ്ദേശിച്ചില്ല ഈ സംഭവം. ഇപ്പം കാനഡയ്ക്കെതിരെയും ചൈനയ്ക്കെതിരെയും മെക്സിക്കോക്കെതിരെയും യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയും വരാൻ പോകുമ്പോഴാണ് എത്രമാത്രം ചേഞ്ചസ് ആണ് ഇന്ത്യയെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ഗ്രാഫിക്സും കുറച്ച് സ്റ്റഡിയൊക്കെ നടത്തി എൻ്റെ അറിയാവുന്ന പല ആൾക്കാരോടും ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയായിരിക്കും ഈ പറയുന്നതിന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുകയില്ല. അപ്പം അതിൽ നിന്നറിയാൻ സാധിച്ചത്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്ത്യയുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിൽ വാഷിങ്ടണിൽ താമസിച്ചുകൊണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഓരോ രീതിയിലും ഓരോ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടക്കുകയാണ്. കാരണം ഈ കാര്യത്തിൽ ട്രംപ് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ടീമിന് ഇന്ത്യയിലെ ഇവിടുത്തെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പല ഇഷ്യൂസ് ഉണ്ട്. ഒന്നാമത് ഇവിടുത്തെ ഇപ്പോൾ കാർ മാനുഫാക്ചർ, ഇപ്പോൾ ടെസ്ലയ്ക്ക് ഇന്ത്യയിലോട്ട് വരണം, അതേപോലെ അമേരിക്കൻ കമ്പനിക്ക് ഇന്ത്യയിലോട്ട് വരണം. അപ്പോൾ ട്രംപ് പറയുന്നത് 0 ടാക്സാണ് പറയുന്നത്. ഇന്ത്യ ടാക്സ് ഏർപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ ഇന്ത്യയിലെ ഈ ഹൈ എൻഡ് കാറുകൾ, അതായത് SUV, കുറച്ച് വില കൂടിയ കാറുകൾ, അതിൻ്റെ സെഗ്മെൻറ്റ് അതായത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ റൂറൽ സിറ്റികളിലാണ്. അത് പൂർണ്ണമായിട്ടും ഇല്ല. അമേരിക്കൻ കാറുകൾ എല്ലാവരും അങ്ങ് മേടിക്കും. കാരണം ഈ കാറ് കമ്പനികൾ മഹേന്ദ്ര ആണെങ്കിലും മാരുതി ആണെങ്കിലും ജപ്പാൻ്റെ ടയോട്ട, ഇതും മറ്റുള്ള ഈ കമ്പനികളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ 30-40% ചൈനയിൽ നിന്ന് മറ്റുള്ളത് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയാണ്. ഇപ്പം ജപ്പാൻ്റെ കമ്പനികളുടെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ മറ്റുള്ള സാധനങ്ങളൊക്കെ, പക്ഷേ ഇവിടെയാണ് അസംബിൾ ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ട്രംപ് ആവശ്യപ്പെടുന്നത് പൂർണ്ണമായിട്ടും അമേരിക്കൻ കാറ് ഇവിടെ മാനുഫാക്ചർ അവിടെ നേരെ കൊണ്ടുവന്ന് നടക്കും. എന്നാൽ മാത്രമേ അമേരിക്കയ്ക്ക് അതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ഈ റെസിപ്രോക്കൽ ടാരിഫ് 20% എന്ന് പറഞ്ഞ സംഭവം നടപ്പിലാക്കുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇന്ത്യക്ക് സെറ്റ് ബാക്ക് ഉണ്ടാകുന്നത്? പല രീതിയിൽ പല വെർട്ടിക്കൽസ് വളരെ 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 സീരിയസ് ആണ്. കാരണം ഞാനിതൊരു 3 ആഴ്ച മുമ്പ് ഈ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്ത് പല ആൾക്കാരും നെഗറ്റീവായിട്ട് കമൻറ്റ്, അതുണ്ടാവത്തില്ല ഇതുണ്ടാവത്തില്ല. പിന്നീട് മനസ്സിലാക്കുക, ഈ കാനഡയുടെയും മെക്സിക്കോയുടെയും ചൈനയുടെയും വന്നു കഴിഞ്ഞപ്പം ഇന്ത്യൻ ദേശീയ പത്രങ്ങൾ ഇത് സീരിയസ് ആയി. കാരണം ഇത് ഇന്ത്യയെ ഡീപ്പായിട്ട് ബാധിക്കാൻ പോവുക. അതിൻ്റെ പേരിലാണ് ഇന്ത്യൻ വാണിജ്യമന്ത്രി അവിടെ ക്യാമ്പ് ചെയ്ത് ഓരോ പ്രോഡക്റ്റും ഡിസ്കഷൻ നടത്തുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും റെസിപ്രോക്കൽ ടാരിഫ് ഉണ്ടാകാൻ പാടില്ല. അതുണ്ടായിക്കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിൽ കയറി ബാധിക്കും. ഇപ്പോൾ ഡയറക്റ്റായിട്ട് പറയാം, ഇപ്പോൾ റെസിപ്രോക്കൽ ടാരിഫ് ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് 15 ലക്ഷം പേരുടെ തൊഴിൽ വരാൻ പോകുന്ന 6 മാസത്തിനുള്ളിൽ ഇല്ലാതാകും. ആലോചിച്ച് നോക്കുക, 6 മാസത്തിനുള്ളിൽ 15 ലക്ഷം പേരുടെ തൊഴിലില്ലാതാകും. എത്ര കമ്പനികളായിരിക്കും പൂട്ടാൻ പോകുന്നത്? അതിൻ്റെ ഇതെടുത്ത് നോക്കുക. ഞാൻ എൻ്റെ ഗ്രാഫിക്സിൽ കാണാം, ഏകദേശം 4800 ഇന്ത്യൻ കമ്പനികൾ പൂട്ടിപ്പോവും.
അത് ഭയങ്കര രീതിയിൽ താപ്പോട്ട് കൊണ്ടുപോകും. ഏകദേശം 400-നും 500-നിടയ്ക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഔട്ട്സോഴ്സ് ചെയ്യുന്ന പല കമ്പനികളുണ്ട്. അവർ ഇന്ത്യയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഡീപ്പായിട്ട് ബാധിക്കുമോ ഇല്ലയോ? ഡീപ്പായിട്ട് കയറി ബാധിക്കും. കാരണം അമേരിക്കൻ നെഗോസിയേഷനെ പറ്റി ഞാൻ പല പുസ്തകങ്ങളിൽ വായിക്കുമ്പോൾ ടഫാണ് അവരുടെ നെഗോസിയേഷൻ. കാരണം അവർ പക്കാ കച്ചവടമാണ് നോക്കുന്നത്. ഇന്ത്യയും കച്ചവടമായിട്ട് നിൽക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ എന്ന് പറയുന്നത് അമേരിക്കയെ. ഇപ്പോൾ ഗാർമെൻറ്റ് സെക്ടറിലും അതേപോലെ ഓട്ടോമൊബൈൽ സെക്ടർ, അതായത് സ്പെയർ പാർട്സിൻ്റെ മാനുഫാക്ചറിങ്, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ, ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ജോലി മാത്രമല്ല, ഈ കമ്പനികളൊക്കെ അങ്ങ് പൂട്ടിപ്പോവും ഈ റെസിപ്രോക്കൽ ടാക്സ് കയറി അടിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ അമേരിക്ക പറയുന്ന അവരുടെ ഫാം പ്രോഡക്ട്സ് ഇന്ത്യയിൽ വാങ്ങണം. അങ്ങനെ വാങ്ങിക്കഴിയുകയാണെങ്കിൽ ഇന്ത്യയിലുണ്ടാക്കുന്ന ഫാമിംഗ് സാധനം പിന്നെ അതെവിടെ കൊണ്ടുപോയി വയ്ക്കും? ഇത് കാരണം പല ചോദ്യങ്ങളും പല ഉത്തരവുമുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതെങ്ങനെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനെ സെറ്റിൽ ചെയ്ത് ഓവർകം ചെയ്ത് ഇതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ടഫായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ഇത്രയും വന്നു കഴിഞ്ഞ് ഇതിൻ്റെ IT സെക്ടറിന് ഡയറക്റ്റായിട്ട് പ്രശ്നം ഉണ്ടാവത്തില്ല. പക്ഷേ ഇതിൻ്റെ ട്രേഡ് ഇംബാലൻസ് എന്ന് പറയുന്നത് ഏകദേശം $54 ബില്യൺ. ഏതാണ്ട് 198 കോടിയോ ബില്യനാണ് ഇന്ത്യ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അതിൽ വളരെ വളരെ കുറച്ചാണ്. അപ്പോൾ ട്രേഡ് ഇംബാലൻസ് IT എല്ലാം കൂടെ കൂട്ടിയാണ് ഈ പറയുന്നത്. ഇപ്പോൾ ട്രേഡ് ഇംബാലൻസ് എന്ന് പറയുന്നത് ഏകദേശം $54-56 ബില്യൺ ആയി കഴിയുമ്പോൾ ആലോചിക്കേണ്ട പോയിൻ്റാണ്. അപ്പോൾ അതിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇന്ത്യ പറഞ്ഞു ഇന്ത്യ അമേരിക്കൻ വെപ്പൺസ് വാങ്ങാം. ഇവിടെ കൊണ്ടൊന്നും അമേരിക്ക തീരുന്നില്ല. കാരണം അമേരിക്ക പറയുന്നത് വെപ്പൺ വാങ്ങുക വാങ്ങാതിരിക്കുകയും ഇംബാലൻസ് എന്ന് പറഞ്ഞ സംഭവം മാറ്റിയേ മതിയാവത്തുള്ളൂ. ഇവിടെ കാരണം അമേരിക്കൻ പത്രങ്ങൾ എഴുതിയ വാർത്തയാണ് ഞാനീ പറയുന്നത്. അപ്പം അങ്ങനെ ഇംബാലൻസ് പറയുമ്പോൾ അമേരിക്കയ്ക്ക് അറിയാവുന്ന വസ്തുതയുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയെ കൊണ്ട് റഷ്യൻ വെപ്പൺസ് മേടിക്കാൻ പറ്റില്ല. കാരണം അത് പ്രായോഗികമായിട്ട് ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സിനും ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിനും ചേരുന്ന സംഭവമല്ല. കാരണം ഓബ്സലീറ്റാണ്, ഔട്ട്ഡേറ്റഡ് ആണ്, അത് പെർഫോം ചെയ്യുന്നില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. അതുകൊണ്ട് മേടിച്ചിട്ട് യാതൊരു റിയലബിലിറ്റി, കാരണം അതിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ അമേരിക്കൻ വെപ്പൺസ് വാങ്ങേണ്ടി വരും. അപ്പോൾ അവിടെയാണ് ട്രംപ് ഓഫർ ചെയ്ത് F-35. ഇവിടെ ഒന്നും കൊണ്ട് അമേരിക്ക തീരുന്നില്ല, അവർ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം അവർക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ വാങ്ങിയേ മതിയാവും. പിന്നെ അമേരിക്ക പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യും, അതിൻ്റെ ടെക്നോളജി അമേരിക്ക തരാം. കാരണം ആ രീതിയിൽ അമേരിക്ക സപ്പോർട്ടീവാണ്. വീണ്ടും അമേരിക്ക പറയുന്ന മറ്റൊരു സംഭവമുണ്ട്, ചൈനയെ ഞങ്ങൾ ടാരിഫ് കൊണ്ടുവന്നത് ഇന്ത്യ സഹായിക്കാൻ വേണ്ടിയാണ്, പക്ഷേ ആ ഇന്ത്യ ഞങ്ങളെ സഹായിച്ചിരിക്കണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ബിസിനസ് എങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ചൈന ടാരിഫ് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ കമ്പനികൾ ഇന്ത്യയിലോട്ട് വരും. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല എങ്കിൽ, അതായത് ഇപ്പോൾ വാഹനങ്ങൾക്കൊക്കെ 100% അമേരിക്കൻ വാഹനങ്ങൾ, ബൈക്കിനും കാറിനും ഒക്കെ. അത് ഇന്ത്യ പറഞ്ഞ് ഇത്ര % കുറയ്ക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് അവർ സാറ്റിസ്ഫൈഡ് അല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു IT കമ്പനികളെ ഇൻഡയറക്റ്റായിട്ട് കയറി ബാധിക്കും. കാരണം ഇവിടെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന IT കമ്പനികൾ അവിടെ പോകുമ്പോൾ അവിടെ സ്പെഷ്യൽ ഫീസ് ഉണ്ടാകും. അതിനുശേഷം പിന്നെന്തുണ്ടാകും? ഈ പറയുന്ന IT ഇന്ത്യക്കാർക്ക് അങ്ങോട്ട് പോകാനുള്ള ഗ്രീൻ കാർഡിൻ്റെ വിസ ഇവർ റിജക്റ്റ് ചെയ്യും. അതിനൊക്കെ സ്പെഷ്യൽ പ്രൈസും വിസയ്ക്ക് എക്സ്ട്രാ പണവും കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഇവിടെ പ്രോപ്പറായിട്ട് IT നടത്താൻ പറ്റത്തില്ല. ഇന്ത്യയുടെ ചെറുപ്പക്കാർ മുഴുവനും IT-യുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ഈ പറയുന്നതിൻ്റെ ആ ആക്ച്വൽ ഫാക്ട്സ് നിങ്ങൾക്ക് ആ ഗ്രാഫിക്സിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പം അതായത് വലിയൊരു സംഭവമാണ് ഇന്ത്യയിലോട്ട് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ ഈ 15 ലക്ഷം ജോലി പോകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സീരിയസ് ഒന്ന് മനസ്സിലാക്കി നോക്കണം. ഏകദേശം 14,800 ഇന്ത്യൻ കമ്പനികൾ അടയ്ക്കുന്നു. ഏകദേശം 450-470 ഇന്ത്യയിലുള്ള കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് പാക്ക് ചെയ്ത് വേറെ രാജ്യത്തോട്ട് പോകുന്നു. കാരണം ഭയങ്കര ടാരിഫ്. ഇന്ത്യ ഡീപ്പായിട്ട് കയറി അങ്ങ് ബാധിക്കും. ഇന്ത്യയുടെ GDP പൂർണ്ണമായിട്ട് നിലം പതിക്കും. ഇന്ത്യയുടെ ഗ്രോത്ത് ഇല്ലാതാകും. ഇപ്പം നമ്മൾ ഇങ്ങനെ പോകുന്ന നേരെ താപ്പോട്ടൊക്കെ പോകും. ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ആവതും ശ്രമിക്കുന്നത്. കാരണം ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഇവിടുത്തെ മാനുഫാക്ചറിങ് അത് സാറ്റിസ്ഫൈ ചെയ്യണം. കാരണം നമ്മൾ ഈ വലിയ രീതിയിൽ ഫാർമ മറ്റേ സെക്ടർ അമേരിക്കയിലോട്ട് അയക്കുന്നത്.
അതിനെ ബാധിക്കാൻ പാടില്ല. അത് ബാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം 180 ഫാർമ കമ്പനികൾ ഇന്ത്യയിൽ അടച്ചുപൂട്ടും. 180ഓളം ഇന്ത്യൻ ഫാർമ കമ്പനികൾ അടച്ചുപൂട്ടുമ്പോൾ സ്ഥിതി ആലോചിച്ച് നോക്കി, എവിടുന്ന് എങ്ങോട്ടാണ് ഇത് പോകുന്നത്. പിന്നെ മറ്റു പല കമ്പനികൾ ഇന്ത്യയിൽ അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ ഫൈനാൻഷ്യൽ സെക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ്, ഏകദേശം 46 ബാങ്കുകൾക്ക് ഡിസ്ട്രസ് ഉണ്ടാവുന്ന, അതായത് ബാങ്കുകൾ തീർന്നു. കാരണം എങ്ങനെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്? അപ്പോൾ അവിടുന്ന് ലോൺ എടുക്കുന്നു, അടയ്ക്കുന്നു, അവർക്ക് EMI കൊടുക്കണം. ഇപ്പം ഇത്രയും പേർക്ക് തൊഴിലില്ലാതായി കഴിയുമ്പോൾ, ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഇല്ലാതായി കഴിയുമ്പോൾ ഏകദേശം 46-48 ഇന്ത്യൻ ബാങ്കുകൾക്ക് ഡിസ്ട്രസ് വന്നു കഴിയുമ്പം ബാങ്ക് പൊളിഞ്ഞു. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ഇന്ത്യ മുഴുവനും ഫിനാൻഷ്യൽ ഡെയിലി മറ്റുള്ള പത്രങ്ങളിലൊക്കെ വലിയ ഡിബേറ്റ് നടക്കുവാണ്. ഇപ്പം ഇന്ത്യ ഏത് രീതിയിൽ പോകും, അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിൽ വരുമോ ഇല്ലയോ, കാരണം ഏത് രീതിയിലാണ് ഇന്ത്യ അത് ഓവർകം ചെയ്യാൻ പോകുന്നത്. കാരണം എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന കാര്യം, കാരണം ഇന്ത്യ ഒരു പവർ ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, സാമ്പത്തികമായിട്ട് ഉയർന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ടാരിഫിനെ, അതായത് മോദിയും ട്രംപുമായിട്ടുള്ള ബന്ധം, അതുപയോഗിച്ച് എത്ര ശതമാനം വരെ രമ്യതയിൽ കൊണ്ടുപോകാൻ പറ്റും, അടുത്ത ചോദ്യമാണ്. ഞാൻ ഇന്നലത്തെ കാനഡയിൽ പറഞ്ഞു, ആ സംഭവം പറഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ചൈനയുടെ കാര്യങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും ചൈനയ്ക്ക് ഏത് രീതിയിലാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാനീ പറയാൻ പോകുന്നത്, ഈ റെസിപ്രോക്കൽ ടാരിഫ് ഉണ്ടാകാതിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇത് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറയാം, 1 വർഷം കഴിയും. കാരണം GDP താഴെ പോയി കഴിയുമ്പോൾ, 1 വർഷം കഴിയുമ്പോൾ ഇത്രമാത്രം കമ്പനികൾ ഇവിടുന്ന് പോവുകയും ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യുമ്പോഴും ഇന്ത്യ റിസഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇൻഫ്ലേഷൻ ഹൈ ആവും. കാരണം ഇത് ഈ പറയുന്ന റെസിപ്രോക്കൽ ടാരിഫ് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ത്യയിലെ നമ്മുടെ ഇരിക്കുന്ന റിസർവ് എടുത്ത് മാർക്കറ്റിലിറക്കും. കാരണം ഇന്ത്യൻ കറൻസി പിടിച്ചു നിർത്താൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 600 ബില്യൻ്റെ അകത്ത് 100-200 ബില്യൺ വരാൻ പോകുന്ന 6 മാസം 1 വർഷം കൊണ്ട് അതങ്ങ് ഇല്ലാതാകും. ഈ പറയുന്ന ഫോറിൻ റിസർവ് പെട്ടെന്ന് കുറയും. അതേപോലെ ഇന്ത്യയിൽ ഈ ഇൻഫ്ലേഷൻ ഹൈ ആവും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ RBIക്ക് ഈ പറയുന്ന പോലെ പെർഫോം ചെയ്യാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇറങ്ങിയാൽ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇത്രമാത്രം ഒരു അമേരിക്കയുമായിട്ടുള്ള ഡെഫിസിറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം പുതിയ മാർക്കറ്റൊക്കെ തേടിപ്പിടിക്കാൻ അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. ഇതിനെന്താണൊരു പോംവഴി എന്നുള്ള ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോയുമായിട്ട് ഇപ്പോഴത്തെ വീഡിയോ നിങ്ങൾ ആ ഗ്രാഫിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. റെസിപ്രോക്കൽ ടാക്സ്, അതായത് ടാരിഫ് വരുവാണെങ്കിൽ ഏകദേശം 6-7 മാസം കഴിയുമ്പോൾ ഇന്ത്യ റിസഷനിലോട്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.